ശ്രീത്ത്, ഈ ചാണ്ടിയുമ്മൻ പ്രശ്നം ഇപ്പോഴും വളരെ സജീവമായിട്ട് നിൽക്കുകയാണ്. എന്തായാലും കോൺഗ്രസിനകത്ത് ഈ ചാണ്ടി ഉമ്മനിലൂടെ ഒരു വലിയ കലാപക്കൊടി ഉയർന്നിരിക്കുകയാണോ എന്ന് സംശയമുണ്ട്. കോൺഗ്രസിനകത്ത് ഗ്രൂപ്പുകൾക്ക് ക്ഷാമമില്ല, പോരടിക്കാൻ ധാരാളം പേരുമുണ്ട്. അതിലിനി ഒന്നുകൂടിയായി തീരുകയാണോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. ഈ ഉമ്മൻചാണ്ടിയുടെ ഒരു പേരും പെരുമയും ഒക്കെ നിലനിർത്തേണ്ട ആളാണ് ചാണ്ടി ഉമ്മൻ. അത് നഷ്ടപ്പെടുത്തുകയാണോ അറിഞ്ഞുകൊണ്ട്? എന്തായാലും ചാണ്ടി ഉമ്മനെ BJP-യിൽ എത്തിക്കുക എന്നതാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ ലക്ഷ്യമെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇവർ എന്തെങ്കിലും കരാർ എടുത്തിട്ടുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിലാണ് ഒരു ഉമ്മൻചാണ്ടിയുടെ മകനാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ വലിയ ഭൂരിപക്ഷത്തിന് പുതുപ്പള്ളിയിൽ നിന്നും വിജയിച്ച ഒരു MLA കൂടിയാണ്. അപ്പോൾ അദ്ദേഹം അതൊരു പ്രശ്നം പറഞ്ഞെങ്കിൽ അതെങ്ങനെ ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നാണ് കോൺഗ്രസ്സുകാർ ചിന്തിക്കാതെ ഉള്ളത്. ഇപ്പോൾ അദ്ദേഹത്തിന് പിന്തുണയുമായി ഒരു നേതാവ് ഇന്നലെ രംഗത്ത് വന്നിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിരുന്നു JS അഖിൽ. അദ്ദേഹം മുൻപ് KSUവിന്റെ എല്ലാം കരുത്തനായ നേതാവായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഇദ്ദേഹം യൂത്ത് കോൺഗ്രസിലൂടെ കടന്നു വന്ന് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഇപ്പോൾ ഇന്നലെ ആ ചാണ്ടി ഉമ്മന്റെ വിവാദം ഉയർന്നു വരികയും ആ വിവാദവുമായി ബന്ധപ്പെട്ട് ഈ അഖിൽ ചാണ്ടി ഉമ്മനെ പിന്തുണയ്ക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ പിന്തുണച്ച JS അഖിലിനെതിരെയാണ് KPCCയുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം ചാനൽ ചർച്ചകളിലെല്ലാം സജീവമാണ്, മികച്ച രീതിയിൽ സംസാരിക്കുന്ന ഒരു നേതാവ് കൂടെയാണ്. അദ്ദേഹം ഇനി ചാനൽ ചർച്ചയിൽ നിന്നും പങ്കെടുക്കേണ്ട എന്നതാണ് ഇപ്പോൾ KPCCയുടെ തീരുമാനം. മാധ്യമ വിഭാഗമാണ് ഈ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്നും കോൺഗ്രസ് നൽകുന്ന സന്ദേശം എന്താണ്? ചാണ്ടി ഉമ്മനെ പിന്തുണയ്ക്കുന്ന ആരുണ്ടെങ്കിലും അവർ പാർട്ടിക്ക് പുറത്താണെന്ന രീതിയിലാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഈ സന്ദേശം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, മുൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആന്റണിയുടെ മകൻ ഇപ്പോൾ BJP-യിലാണ്. അതോടൊപ്പം തന്നെ കരുണാകരന്റെ മകൾ ഇപ്പോൾ BJP-യിലാണ്. അടുത്ത ഘട്ടമായുള്ളത് ഉമ്മൻചാണ്ടിയുടെ മകനാണ്. ഉമ്മൻചാണ്ടിയുടെ മകനെ BJP-യിൽ എത്തിക്കുമെന്ന് പണ്ട് തന്നെ BJP നേതാക്കൾ പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ 2 മുഖ്യമന്ത്രിമാരുടെ മക്കൾ തങ്ങളുടെ ഭാഗമായിട്ടുണ്ട്. ഇനി ഉമ്മൻചാണ്ടിയുടെ മകനെയും തങ്ങളുടെ ഭാഗത്ത് കൊണ്ടുവരുമെന്ന് അവർ പറയുമ്പോൾ അത് കണ്ടാണ് പ്രവർത്തിക്കാനുള്ളത്. അപ്പോൾ ഈ ചാണ്ടി ഉമ്മൻ എന്തെങ്കിലും പരിഭവമോ വിഷമമോ ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്താണ് പരിഹരിക്കാനുള്ളത്. അദ്ദേഹം അന്ന് വലിയ വിമർശനമാണ് ഉന്നയിച്ചത്. തുടക്കം മുതൽ തന്നെ പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഈ തർക്കം ഉണ്ടാകുന്നത്. അന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിക്കാൻ പോയിരുന്നു. പക്ഷെ ആ സമയമെല്ലാം അതിനോട് സഹകരിക്കാതെ അദ്ദേഹം അവിടെ ഇല്ലാതിരുന്നു. കാരണം തന്റെ പിതാവിന്റെ കല്ലറ സന്ദർശിക്കാൻ വരുമ്പോൾ അദ്ദേഹം അവിടെ കാണണമെന്നതായിരുന്നു ഒരു നിലപാട്. പക്ഷെ അന്ന് അദ്ദേഹം ഇല്ലാതിരുന്നു. അന്ന് തന്നെ പല മാധ്യമങ്ങളും വാർത്ത നൽകിയിരുന്നു രാഹുൽ മാങ്കൂട്ടവും ചാണ്ടി ഉമ്മനും തമ്മിൽ തർക്കമാണ്, അതിനാൽ തന്നെയാണ് അദ്ദേഹം ആ കല്ലറയ്ക്ക് സമീപം ഇല്ലാത്തതെന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നതിനിടയിലായിരുന്നു ഇപ്പോൾ അദ്ദേഹം മറ്റൊരു കാര്യവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അന്ന് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് തനിക്ക് ചുമതല നൽകുവാൻ കോൺഗ്രസ് തയ്യാറായില്ല, ഒരു ചെറിയ ചുമതല പോലും നൽകിയില്ലെന്നാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള വിമർശനമുണ്ട്. അത് എന്തായാലും ഞെട്ടിക്കുന്നതാണ്. കാരണം ഓരോ പഞ്ചായത്തിലും ബൂത്ത് അടിസ്ഥാനത്തിലും പല നേതാക്കൾക്കും, കേരളത്തിലെ പല മുതിർന്ന നേതാക്കൾക്കും അതോടൊപ്പം തന്നെ യുവ നേതാക്കൾക്കും ചുമതല നൽകുന്ന ഒരു അവസ്ഥയായിരുന്നു അത് ഉണ്ടായിരുന്നത് എല്ലാ പാർട്ടിയിലും. കാരണം ഓരോ ബൂത്തും വലിയ പ്രധാനത്തോടെ, ഓരോ വോട്ടും വലിയ പ്രാധാന്യം നൽകി നടന്നൊരു തെരഞ്ഞെടുപ്പായിരുന്നല്ലോ. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ ചാണ്ടി ഉമ്മനെ പോലുള്ള ഒരു MLA-ക്ക് ഒരു പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ ഒരു 5 ബൂത്തിന്റെ ഒരുമിച്ചുള്ള ചുമതലയെങ്കിലും നൽകാമായിരുന്നു. അത്തരത്തിൽ പോലും അദ്ദേഹത്തിന് നൽകിയില്ല. അദ്ദേഹത്തെ അവിടെ അടുപ്പിച്ചില്ല എന്ന വിഷമം അദ്ദേഹം തുറന്നു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ അദ്ദേഹത്തെ പിന്തുണച്ച ആൾക്കെതിരെ നടപടി എടുത്തിരിക്കുന്നത്. ചിലപ്പോൾ ഇനി അദ്ദേഹത്തിനെതിരെ നടപടി വന്നേക്കാം. പക്ഷെ ഇതിൽ മറ്റൊരു കാര്യം കാണാനുള്ളത്, ഇപ്പോൾ ഈ KPCCയുടെ മാധ്യമ വിഭാഗത്തിന്റെ മുഴുവനായിട്ടുള്ള സ്വാധീനമുള്ളത് VD സതീശനാണ്. പക്ഷെ ഈ VD സതീശനുമായി ബന്ധപ്പെട്ടും പല ചർച്ചകളും വരുന്നുണ്ടല്ലോ. കാരണം നേതൃമാറ്റം പലരും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരാണ് ആവശ്യപ്പെടുന്നത്. KPCCയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് സുധാകരനെ മാറ്റി പുതിയൊരു പ്രസിഡന്റിനെ കൊണ്ടുവരണമെന്ന് പലരും ആവശ്യപ്പെടുമ്പോൾ ഈ വിവാദങ്ങൾക്കിടയിലും ഈ ചാണ്ടി ഉമ്മൻ പറഞ്ഞൊരു കാര്യമുണ്ട്, സുധാകരൻ തുടരട്ടെ, അദ്ദേഹത്തിന് മികച്ച പ്രവർത്തനമാണെന്ന് പറയുന്നതാണോ ഇനി ഈ നടപടിക്കുള്ള കാരണമെന്ന് എന്തായാലും വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റൂ. പക്ഷെ ഏറ്റവും മികച്ചൊരു നേതാവാണ് അദ്ദേഹം. ഉമ്മൻചാണ്ടിയെ പോലെ പെരുമാറി തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം ജനങ്ങൾക്കിടയിൽ നിൽക്കുക, ഉമ്മൻചാണ്ടിയുടെ ഹെയർ സ്റ്റൈൽ അങ്ങനെ
പുതുപ്പള്ളിയിൽ ഇനി കോൺഗ്രസിന് കൈവിട്ടു പോകാത്ത രീതിയിൽ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ഒരു അനാവശ്യമായ വിവാദം ഉണ്ടാകുന്നത്. ഇനി പല നേതാക്കളും അദ്ദേഹത്തെ പിന്തുണച്ച് രംഗത്ത് വരുന്നുണ്ട്, ചാണ്ടി ഉമ്മനെ പിന്തുണച്ച് രംഗത്ത് വരുന്നുണ്ട്. ഇനി അവരെ എല്ലാം ഈ ഇത്തരത്തിൽ പുറത്താക്കുമോ എന്ന് കണ്ടറിയണം. അതോടൊപ്പം തന്നെയാണ് മറ്റൊരു കാര്യം, അദ്ദേഹത്തെ എതിർത്തും നേതാക്കൾ രംഗത്ത് വരുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് അദ്ദേഹത്തെ എതിർത്ത് രംഗത്ത് വന്നത്. അദ്ദേഹം പറയുന്നത് മലർന്നു കടന്ന് തുപ്പരുത്, ചാണ്ടി ഉമ്മൻ അങ്ങനെ ചെയ്യരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിൽ പല മുതിർന്ന നേതാക്കളും ഇദ്ദേഹത്തിനെതിരെ വലിയ വിമർശനവുമായി വരുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തെ വിമർശനവുമായി രംഗത്ത് വരുന്നവർ ചിന്തിക്കാനുള്ള കാര്യം, ഇതേ ഉമ്മൻചാണ്ടി ഓർത്തെങ്കിലും അദ്ദേഹവുമായി ചർച്ച നടത്താൻ തയ്യാറായില്ലെങ്കിൽ പാർട്ടിയിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി തന്നെ ഉണ്ടാകും. പ്രത്യേകിച്ച് ഇപ്പോൾ ക്രിസ്ത്യൻ സമൂഹത്തിന് ഒരു ധാരണയുണ്ട്, തങ്ങളെ പഴയ രീതിയിലൊന്നും പിന്തുണയ്ക്കുന്നില്ല, തങ്ങൾക്ക് അർഹമായ പിന്തുണ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നില്ല എന്ന ഒരു തോന്നൽ അവരിൽ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ വിഭാഗത്തെ തങ്ങളുടെ പക്കലേക്ക് എത്തിക്കാൻ BJP വലിയ ശ്രമം നടത്തുന്നു. ആ ശ്രമമെങ്കിലും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ തിരിച്ചടിയായിരിക്കും കോൺഗ്രസിന് ഉണ്ടാകാൻ പോകുന്നത്. കാരണം 2016-ലും 2021-ലും 2026-ലും ഇനി ഭരണം നഷ്ടമാവുകയാണെങ്കിൽ വലിയ രീതിയിൽ തന്നെ കൊഴിഞ്ഞു പോക്കുണ്ടാകും. കാരണം 2021-ൽ പല മണ്ഡലങ്ങളിലും CPM-ന് മുന്നേറ്റം ഉണ്ടാക്കുവാൻ കാരണമായത് ഈ ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ വലിയ പിന്തുണയാണ്. ക്രിസ്ത്യൻ വിഭാഗം കഴിഞ്ഞ തവണ LDF-നെ പിന്തുണച്ചെങ്കിൽ ഇത്തവണ അത് BJP-യും കൂടി അതിന് അവകാശമായി ഉന്നയിച്ച് രംഗത്ത് വരുന്നുണ്ട്. അവർ വലിയ രീതിയിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ്. എന്നാൽ തൃശ്ശൂർ ഉൾപ്പെടെയുള്ള പല മണ്ഡലങ്ങളിലും കണ്ടതാണ്, ഈ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് പോലും അങ്ങനെ ഒരു ചർച്ച ഉണ്ടായിട്ടുണ്ട്. വയനാടിലെ ചില മണ്ഡലങ്ങളിൽ, ക്രിസ്ത്യൻ ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ LDF-നെ മൂന്നാമതാക്കി BJP രണ്ടാമതെത്തുന്ന ഒരു അവസ്ഥയുണ്ട്. കാരണം പ്രിയങ്ക ഗാന്ധി പോലൊരു പ്രധാനപ്പെട്ട നേതാവ് മത്സരിക്കുമ്പോഴാണ് പല ബൂത്തുകളിലും, സുൽത്താൻ ബത്തേരിയിലെ പല ബൂത്തുകളിലും BJP-ക്ക് കടന്നു കയറാൻ കഴിഞ്ഞതെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇത് മറ്റു മണ്ഡലങ്ങളിലും ആ രീതിയിൽ ക്രിസ്ത്യൻ വിഭാഗം ചിന്തിക്കുകയാണെങ്കിൽ അത് കോൺഗ്രസിനായിരിക്കും പ്രധാനമായി തിരിച്ചടി ഉണ്ടാകുന്നത്. എല്ലാ കാലത്തും കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് എന്ന് പറയുമ്പോൾ അത് ന്യൂനപക്ഷങ്ങളാണ്. പ്രത്യേകിച്ച് മുസ്ലിങ്ങളും ക്രിസ്ത്യൻ വിഭാഗവുമാണ് വലിയ തോതിൽ ഇവർക്ക് പിന്തുണ നൽകുന്നത്. ആ പിന്തുണ ലഭിച്ചില്ലെങ്കിൽ ഒരിക്കലും കേരളത്തിൽ അധികാരത്തിൽ വരാൻ കഴിയില്ല. മറിച്ച് LDF-നെ വച്ച് നോക്കുമ്പോൾ അവർ ഭൂരിപക്ഷത്തിന്റെ വോട്ട് കൊണ്ട് ജയിക്കുന്നവരാണ്. പ്രത്യേകിച്ച് പിന്നോക്കവർ, ഹിന്ദു ഭൂരിപക്ഷത്തിലെ പിന്നോക്ക വിഭാഗത്തിന്റെ വലിയ രീതിയിലുള്ള വോട്ട് കൊണ്ട് ജയിക്കുന്നവരാണ് അവർ. അതെന്തായാലും പിടിക്കാനുള്ള ശ്രമവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുസ്ലിം പ്രീണനം ഉൾപ്പെടെയുള്ളവ പറഞ്ഞായിരുന്നു അദ്ദേഹം, പിണറായി ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വരുന്നതെങ്കിൽ ആ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം SDP-യും ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗിനെയും ഉൾപ്പെടെയുള്ളവരെ വിമർശിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ച് P. ജയരാജൻ പുസ്തകം എഴുതുന്നു. പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ച് വലിയ വിമർശനം CPM-ന്റെ പ്രാദേശിക നേതാക്കൾ ഉന്നയിക്കുന്നു. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ സെക്രട്ടറിയായ ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ മുസ്ലിം ലീഗിനെ വിമർശിക്കുന്നു, SDP-യെ വിമർശിക്കുന്നു. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ട് തങ്ങളുടെ പഴയ വോട്ട് ബാങ്കായ പിന്നോക്ക വിഭാഗത്തിന്റെ വോട്ട് തങ്ങളിലേക്ക് നേടി വീണ്ടും 2026-ൽ അധികാരത്തിൽ വരാനുള്ള ശ്രമങ്ങളുമായാണ് LDF മുന്നോട്ട് പോകുമ്പോൾ, അപ്പോഴാണ് ഈ തങ്ങളെ സ്വാധീനിക്കുന്ന, തങ്ങളെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമായ ക്രിസ്ത്യൻ വിഭാഗത്തിലെ ഒരു നേതാവിന്റെ മകനെ തന്നെ ഇത്തരത്തിൽ കാലിൽ കൊണ്ട് ചവിട്ടി പുറത്താക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് എന്തായാലും പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ BJP-യിലേക്ക് കൂടുതൽ ക്രിസ്ത്യൻ നേതാക്കളെ എത്തിക്കാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. അതിനുവേണ്ടി പല ശ്രമങ്ങളും നാം കാണുന്നുണ്ട്. അനിൽ ആന്റണിയെ BJP-യിൽ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഷോൺ ജോർജ്, PC ജോർജ് ഉൾപ്പെടെയുള്ളവരെ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് കേന്ദ്രമന്ത്രി സ്ഥാനം തന്നെ ജോർജ് കുര്യന് കൊടുക്കുകയാണ് ഉണ്ടായത്. അതും വലിയ ക്രിസ്ത്യൻ വിഭാഗത്തെ തങ്ങളിലേക്ക് അടുപ്പിക്കാനുള്ള ശ്രമം നടത്തുമ്പോഴാണ് ഈ കോൺഗ്രസ് ഇത്തരം പിന്നോട്ട് അടിക്കുന്ന ഒരു നിലപാടുമായി മുന്നോട്ട് പോകുന്നത്. അവർ കൃത്യമായി ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ 2026-ലും ഇവർക്ക് അധികാരത്തിൽ വരാൻ കഴിയില്ല. അങ്ങനെ അധികാരത്തിൽ വന്നില്ലെങ്കിൽ കേരളത്തിൽ ഒരു കാലത്തും കോൺഗ്രസ് ഉണ്ടാകില്ല. ഇനി 3 തവണ ഒരു സംസ്ഥാനത്ത് നിന്നും കോൺഗ്രസിന് പാർട്ടി അധികാരം ലഭിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് വലിയ തകർച്ചയായിരിക്കും ഇനി കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. BJP-യിലേക്ക് ഈ കോൺഗ്രസ് നേതാക്കളുടെ കുത്തൊഴുക്ക് തന്നെ ഉണ്ടാകും.